നമ്മൾ കാഞ്ചീപുരം സാരീസിൽ പണ്ട് മുതലേ ഉള്ള ഒരു ഓൾ ടൈം ഫേവറേറ്റ് കോമ്പിനേഷൻ ആണ് പേൾ ക്രീമും ആ ഒരു മെറൂണും കൂടിയുള്ള കോമ്പിനേഷൻ. ആ അതേ കോമ്പിനേഷനിൽ തന്നെ സോഫ്റ്റ് സെമി ബനാറസിയിലാണ് സാരി വന്നിരിക്കുന്നത്. അതേ ആ ഒരു ലുക്കും ഫീലും ആണ് സാരിക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും നല്ല മെറൂണില് ആ ഒരു ബനാറസി സ്റ്റൈലുള്ള ബോർഡർ വന്നിട്ട് ബോഡി വരുന്നത് ആ ഒരു പേൾ ക്രീമിലാണ്. പ്ലെയിൻ ബോഡി ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. ഇതിന്റെ ആ ഒരു വർക്കിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഞാൻ കാണിക്കാം. ബോർഡർ ഡീറ്റെയിലിംഗ് ഈ ഒരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ബോർഡർ വരുന്നത്. ഒരു ആന്റിക് ബനാറസിയിലുള്ള ബോർഡർ വന്നിട്ട് ബോഡി വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ബ്രൊക്കേഡിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു. സെയിം അതേ ബ്രൊക്കേഡ് വീവിൽ തന്നെ റണ്ണിങ് ബ്ലൗസും വരുന്നുണ്ട് സാരിക്ക്. നമുക്ക് നല്ല എലഗന്റ് ആയിട്ട് വളരെ റീസണബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു വെഡിങ് പോലുള്ള ഫംഗ്ഷനെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല ഫോളിലാണ് സാരി വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ പേൾ ക്രീം തന്നെ സാരിയുടെ ബോഡി വരുന്നത്. നല്ല പാറ്റേണിലാണ്, ലാവൻഡർ ടോണിലാണ് സാരിയിൽ ആ ഒരു ബോർഡർ വരുന്നത്. അതും നല്ലൊരു നീംസറി വുവൻ സ്റ്റൈലിലാണ് ആ ബോർഡറിൽ ആ ഒരു ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ അതേ ആ നീംസറിയിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി. ആ ഒരു ബ്രൊക്കേഡ് വീവില് ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു. സെയിം സ്റ്റൈലിൽ തന്നെ ബ്രൊക്കേഡിലാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഓരോ ലുക്ക് വരിക. പേൾ ക്രീം വിത്ത് ലാവൻഡർ ആണ് സാരിയുടെ കോമ്പിനേഷൻ. വീണ്ടും ആ ട്രഡീഷണൽ കളർ പാലറ്റിൽ തന്നെ സാരി വന്നിരിക്കുന്നത്. പേൾ ക്രീമും ചില്ലി റെഡും കൊണ്ടുള്ള കോമ്പിനേഷൻ. ഇതെല്ലാം ഓൾ ടൈം ആ ഒരു പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഒരു കോമ്പിനേഷൻസ് ആണ്. കാഞ്ചീപുരം സാരീസിൽ വരുന്നതാണ്. പേൾ ക്രീമും മെറൂൺ, പേൾ ക്രീം ചില്ലി റെഡ്, പേൾ ക്രീം റോയൽ ബ്ലൂ അതെല്ലാം അതേ ഒരു പഴയ കോമ്പിനേഷൻസിൽ തന്നെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. വിത്ത് അതേ ആ ഒരു ജക്കോട്ട് വീവിൽ തന്നെ സാരിയുടെ ബോർഡർ, മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. ഇതേ ബ്രൊക്കേഡ് വീവിലാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ ബോഡി കളർ സെയിം തന്നെയാണ്. ആ ഒരു ഐവറി ബ്ലെൻഡഡ് ക്രീമാണ് സാരിയുടെ ഒരു ബോഡി വരുന്നത്. ഇതിന്റെ ബോർഡർ വരുമ്പം ഒരു പേർപ്പിളും മെറൂണും കൂടി ബ്ലെൻഡഡ് ആണ്. പേർപ്പിളും അല്ല മെറൂണും അല്ല, തമ്മിൽ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് സാരിയുടെ ഒരു ബോർഡർ വന്നിരിക്കുന്നത്. ഈ ഒരു ലുക്കിലാണ് സാരി വിത്ത് ബ്രൊക്കേഡ് പല്ലു. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ ബ്രൊക്കേഡിലായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരിക. ഇത് വരുന്നത് ലാസ്റ്റ് സാരിയുടെ തന്നെ ഒരു ടോൺ ഡാർക്കർ ആണ്. ഇതും ആ ഒരു മെറൂണും പേർപ്പിളും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. പക്ഷെ കുറച്ചുകൂടി ഒരു ഡാർക്ക് ടോണിലാണ് സാരി ബോർഡർ വന്നിരിക്കുന്നത്. ബോഡി കളർ എല്ലാം സെയിം തന്നെ, നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് എല്ലാ സാരിക്കും. മുന്താണി, ബോർഡർ, ബ്ലൗസ് വരുന്നത് അതേ ഒരു ബ്രൊക്കേഡ് വീവിൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് സാരി ആ ഒരു കളർ സെയിം തന്നെ വരുന്ന പേൾ ക്രീം തന്നെ സാരിയുടെ കളർ വരുന്നത്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വന്നിരിക്കുന്ന നല്ലൊരു സോഫ്റ്റ് സെമി ടെസറിന്റെ ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. ത്രെഡ് വർക്കിലാണ് ഫുൾ സാരി വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയിൽ ആ ഒരു മുകൾ ഭാഗത്ത് ബോർഡർ വരുന്നത്. ടെമ്പിൾ പാറ്റേണിലുള്ള സെറി ബോർഡർ വന്നിട്ട് ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ബോഡിയിൽ വരുന്നത്. നല്ലൊരു പീച്ചാണ്, പീച്ചിഷ് പിങ്കിലായിരിക്കും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരിക ബോഡിയിൽ. ഈ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരിക. ഫുൾ ഒരു ഡാർക്ക് പീച്ച് ഒരു സെറിയിലാണ്, സെറി വുവൺ സ്റ്റൈലില് ഈ ഒരു വുവൺ പാറ്റേണിലായിരിക്കും സാരിയുടെ ബോർഡർ വരിക. നമുക്കിതൊരു ഓണമെറ്ററായിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാം, അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. വളരെ റീസണബിൾ പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നിരിക്കുന്നത്. നല്ല പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്കിൽ സാരിയുടെ മുന്താണി. ആ ഒരു ബോഡിയിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. നല്ലൊരു ബ്രൗൺ ത്രെഡിൽ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ത്രെഡ് വർക്കിലുള്ള സാരിയുടെ പല്ലു വരുന്നത്. ഇതാണ് മുന്താണി. ഇതാട്ടോ പല്ലു. ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. സാരിയുടെ മുന്താണിയിൽ ഫുൾ ത്രെഡ് വർക്കിലാണ് വരുന്നത്. ഒരു വർക്കിന്റെ റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും. സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് സെമി സിൽക്ക് ആണ്. ഒരു സെമി ടെസറിന്റെ ഒക്കെ ആ ഒരു മെറ്റീരിയൽ വരുന്ന സാരിയാണ്. ബ്ലൗസ് വരുന്നുണ്ട്, റണ്ണിങ് ആണ് ബ്ലൗസ് വരുന്നത്. അതേ പാറ്റേൺ തന്നെ ബോഡിയിൽ വരുന്ന അതേ ഒരു വർക്ക് തന്നെ ആയിരിക്കും. ഒരു സെറി വൺ സ്റ്റൈലുള്ള ബോർഡർ ഉണ്ടല്ലോ ബോഡിയിൽ, ഈ ഒരു ബോർഡർ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. സെയിം അതേ ത്രെഡ് വർക്ക് എല്ലാം സെയിം തന്നെ. ആ ഒരു കളർ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്, വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇത് വരുന്ന നല്ലൊരു സീ ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ഇതിന്റെ മുൻപത്തെ സാരി പീച്ച് ആയിരുന്നു. ഇത് വരുന്ന സീ ബ്ലൂ വിത്ത് ആ ഒരു ബ്രൗൺ ടോണിലാണ്. ഫുൾ വർക്ക് സെയിം സ്റ്റൈൽ, സെറി വുവൺ ബോർഡർ, മുന്താണി സെയിം പാറ്റേൺ തന്നെ വരുന്നത്. അതേ പാറ്റേണിലാണ് പല്ലു, ബ്ലൗസ് സെയിം അതേ വർക്ക് തന്നെ വരുന്ന. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ യെല്ലോ ആണ് വരുന്നത്. ഇതിലെല്ലാം നല്ലൊരു യെല്ലോ ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ഓണം എന്തായാലും അടുത്ത് വരികയാണ്, നമുക്ക് യെല്ലോ ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ നമുക്കൊരു ഓണമെറ്ററായിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റും ആണ് സാരിയുടെ മെറ്റീരിയൽ. ഞാൻ 1 ലെയറിൽ കാണിക്കാം സാരി. കണ്ടോ, നല്ല ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന, നമുക്ക് യങ്സ്റ്റേഴ്സിനും അമ്മമാർക്കും എല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന, ഒരേപോലെ ഡ്രേപ്പ് ചെയ്യാവുന്ന, നല്ല സ്റ്റൈലിഷ് ലുക്കിൽ ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസ് ആകുമ്പോൾ സാരിക്ക് വേറൊരു ലുക്ക് ആയിരിക്കും വരിക. ഇതിന് നല്ലൊരു യെല്ലോ ബ്ലൗസ്, മസ്റ്റേഡ് യെല്ലോ ബ്ലൗസ് എല്ലാം ഡ്രേപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന കാഞ്ചീപുരം ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. നല്ലൊരു ലുക്ക് ആയിരിക്കും. സെൽഫ് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് എല്ലാ സാരീസിനും കൂടെ.
ഇത് വരുന്നതും അതേ പാറ്റേണിൽ തന്നെ നല്ല മുന്താണി, ആ ഒരു റണ്ണിങ്ങിൽ തന്നെയായിരിക്കും വിത്ത് ബോർഡർ ആയിട്ട് സിമ്പിൾ ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ലാവൻഡറും ബേബി പിങ്ക് കൂടിയാണ് സാരിയിലെ ഒരു ത്രെഡ് എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിനും ലാവൻഡർ ബ്ലൗസും നല്ലതായിരിക്കും, ബേബി പിങ്ക് ബ്ലൗസും ആപ്റ്റ് ആയിട്ട് വരും സാരി. അതല്ല ബ്രൗൺ ആണെങ്കിലും നല്ലൊരു ലുക്കാണ്, കാരണം ബ്രൗൺ കോമൺ ആയിട്ട് എല്ലാ സാരീസിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ആ ഒരു ജോമെട്രിക്കൽ ഡിസൈൻസ് വരുന്നത് ബ്രൗണിലായിരിക്കും, നല്ലൊരു ഡിഫറെന്റ് ലുക്കിലായിരിക്കും ബ്രൗൺ വന്നിട്ട്. ആ ഒരു ബേബി പിങ്ക് പൈപ്പിംഗ് എല്ലാം വെക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്കായിരിക്കും സാരിക്ക്. ഇതിൽ ആ ലാവൻഡർ ബേബി പിങ്ക് ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് ബ്രൗണിലെ ജോമെട്രിക്കൽ പാറ്റേൺ വിത്ത് റണ്ണിങ് ബ്ലൗസ്. ആ ഒരു സാരിയുടെ കളർ സെയിം തന്നെയാണ്, പേൾ ക്രീം തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു വർക്ക് മാറിയിട്ടുണ്ട്, ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഫ്ലോറൽ ഡിസൈൻസിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. ഒരു പേർപ്പിൾ ബ്രൗൺ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ ആ ഒരു മോട്ടീവ്സ് വരുന്നത്. ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ, ഗ്രീൻ വരുന്നുണ്ട്, ഗ്രീൻ പേർപ്പിൾ ബ്രൗൺ ഈ ഒരു കോമ്പിനേഷനിലാണ് ബോഡിയിൽ വരിക. ബോർഡർ വരുന്ന ഈ ഒരു പാറ്റേണിൽ തന്നെ വന്നിട്ട് മുന്താണി ആ ഒരു ലാവൻഡർ ബേബി പിങ്ക് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് സാരിയുടെ മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ആ ഒരു ബ്രൗണിലായിരിക്കും ബോർഡർ വരുന്നത്. പല്ലു ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് സെയിം സ്റ്റൈൽ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരിക. സെയിം അതേ വർക്ക് തന്നെ വരുന്നത്. ബോഡിയിൽ വരുമ്പോൾ ആ ഒരു മൾട്ടി കളറിലാട്ടോ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. നല്ല ഡിഫറെന്റ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. സീ ഗ്രീൻ, ഒരു പാരറ്റ് ഗ്രീൻ, ബ്രൗൺ ഈ ഒരു ടോണിലാണ് ഫുൾ സാരിയിലും ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട്. ഇതിന്റെ മുന്താണിയിൽ വരുമ്പോൾ അക്വ ബ്ലൂ ആണ്, അക്വ ബ്ലൂ വിത്ത് ആ ഒരു ബ്രൗണിലാണ് സാരിയുടെ പല്ലു ഫുൾ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്. മുന്താണിയുടെ ബോർഡറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ബ്രൗണിലായിരിക്കും വരുന്നത്. ബോഡി വരുമ്പോൾ പല്ലുവിൽ ഈ ഒരു സ്റ്റൈലിൽ വരും വിത്ത് റണ്ണിങ് ബ്ലൗസ്. വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. മസ്റ്റേഡ് യെല്ലോ വിത്ത് ബ്രൗൺ ആണ് ആ ഒരു വർക്ക് വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ, ഒരു ബോർഡർ പാറ്റേൺ എല്ലാം സെയിം തന്നെ. സിറിയിൽ തന്നെയുള്ള പാറ്റേണിലായിരിക്കും ബോർഡർ വന്നിട്ട്. മുന്താണി വരുമ്പോൾ മസ്റ്റേഡ് യെല്ലോ വിത്ത് ബ്രൗണിലാണ് പല്ലു വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. ഇന്നത്തെ വീഡിയോ ഫുൾ പേൾ ക്രീം കളക്ഷൻസ് ആയിരുന്നു. നമുക്ക് ഓണം അറ്റയർ ആയിട്ടും അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാവുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന സാരീസ് വന്നിരുന്നു. വേറെ ഒരു പാറ്റേണിലുള്ള സാരീസും വന്നായിരുന്നു. ആ ഒരു ബനാറസി സ്റ്റൈലുള്ള സാരീസും ഉണ്ടായിരുന്നു. ലാസ്റ്റ് സാരി വരുന്നത് വീണ്ടും ആ ഒരു പീച്ചാണ്, കോറൽ പീച്ചാണ് സാരിയുടെ ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ബ്രൗൺ ആൻഡ് പീച്ചിൽ തന്നെ. ആ ഒരു സെറി വൺ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ, സെയിം സ്റ്റൈൽ പല്ലു, ബ്ലൗസ്.